എല്ലാ തരത്തിലുള്ള മതാധിഷ്ഠിത രാഷ്ട്രീയവും നമ്മളുടെ രാജ്യത്തിന് ആപത്താണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. സോഷ്യലിസവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങി വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യ തത്വത്തിലല്ലെങ്കിലും സത്യത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞു. RSSും BJPയും ഹിന്ദുത്വ ശക്തികൾ എന്നുള്ള നിലയിൽ ശക്തി പ്രാപിക്കുകയും എല്ലാ പാർട്ടികളിലെയും ഹിന്ദുമത വിശ്വാസികളെ അവർ മതം പറഞ്ഞുകൊണ്ട് സമീപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തിനതിന് ബദൽ എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചെയ്യുന്നത് എല്ലാ പാർട്ടികളിലെയും മുസ്ലിം പേരുള്ളവരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടികളിലെയും മുസ്ലിം പ്രമാണിമാരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം വ്യാപാരികളെ, വ്യവസായികളെ ഒക്കെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ അപ്പുറത്ത് RSS അവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമ്മളും ഒരുമിക്കണം. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന വർഗരാഷ്ട്രീയത്തിന്റെ മൂർത്തിമൽ ഭാവത്തെ ദുർബലമാക്കുവാനുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത്. രാജ്യത്ത് പല പല മേഖലകളിലൂടെയാണ് ഇവരുടെ വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSS ക്ഷേത്ര കമ്മിറ്റികളെ, ഹിന്ദു കുടുംബ ഗ്രൂപ്പുകളെ, ഹൈന്ദവ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളെ സമർത്ഥമായി തങ്ങളുടെ രാഷ്ട്രീയം കൺവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പള്ളിക്കമ്മിറ്റികൾ, മദ്രസ കമ്മിറ്റികൾ, നാട്ടിലെ പ്രാദേശിക മുസ്ലിം കുടുംബ ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പുകളെ അവരുടെ രാഷ്ട്രീയം കൺവേ ചെയ്യാൻ വേണ്ടി അവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയാതെ പോയ ഒരു കാര്യമാണത്. നമ്മൾ വിചാരിക്കും മുസ്ലിം ലീഗ് വളരെ മാന്യമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പ്രത്യക്ഷത്തിൽ അവർ പറയുന്നതെല്ലാം വളരെ മതേതരമായിരിക്കും. എന്നാൽ മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിലും പള്ളി കമ്മിറ്റി മഹല്ല് ഗ്രൂപ്പുകളിലും മദ്രസ കമ്മിറ്റികളുടെ ഗ്രൂപ്പുകളിലും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത വർഗീയത, അത് മുസ്ലിം ജനവിഭാഗത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്നതാണ്. RSSും BJPയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്സവ കമ്മിറ്റികൾ, ക്ഷേത്ര കമ്മിറ്റികൾ, ഹിന്ദു കുടുംബ ഗ്രൂപ്പുകൾ, അവയിലൊക്കെ തന്നെ അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളുടെ കാര്യം അവിടെ പറയാൻ ആരുമില്ല. സഖാക്കളെ, സുഹൃത്തുക്കളെ, സഖാവ് ജയരാജൻ അവറുകൾ നമ്മളോട് ഈ വിഷയത്തിന്റെ ബേസിനെ സംബന്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത് വർഗരാഷ്ട്രീയമാണ്. ഇടതുപക്ഷ വിരോധികളായിട്ടുള്ള മതഭ്രാന്തന്മാർ ഉയർത്തിപ്പിടിക്കുന്നത് വർഗീയ രാഷ്ട്രീയമാണ്. വർഗരാഷ്ട്രീയത്തിന്റെ പ്രത്യേകത, എല്ലാ ജാതി മതസ്ഥരും വർഗരാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു. തൊഴിലാളികൾ, കർഷകർ, വിവിധ മേഖലകളിലെ ജീവനക്കാർ, എവിടെ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും വർഗരാഷ്ട്രീയത്തിൽ നാനാജാതി മതസ്ഥരുടെ പ്രാതിനിധ്യം കാണാൻ വേണ്ടി കഴിയും. എന്നാൽ ഇവയിലൊക്കെ തന്നെ വർഗീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് RSSും BJPയും ഒരു ഭാഗത്തും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകളും പ്രത്യേക സാഹചര്യത്തിൽ മറുഭാഗത്തും കാസ ക്രൈസ്തവ സമുദായത്തിലും ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗരാഷ്ട്രീയത്തിലൂടെ ഏകോപിപ്പിച്ച ജനസഞ്ചയങ്ങളെ വർഗീയ രാഷ്ട്രീയത്തിലൂടെ വിഭിന്ന ചേരികളിലാക്കി നിർത്തുകയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ സംഘടനകളിലെ
മതാധിഷ്ഠിത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ. ലോക ഫുട്ബോൾ നടക്കുകയാണല്ലോ. വർഗരാഷ്ട്രീയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തിലെ വിവിധ ഫുട്ബോൾ ടീമുകളാണ്. ഈ അടുത്ത് ഒരു കണക്ക് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ലോകമാസകലം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്നാൽ ഈ ഇസ്ലാമോഫോബിയയെ സമർത്ഥമായി പ്രതിരോധിക്കാൻ എന്തിനാണ് സാധിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ് നടന്നത്. ആ പഠനത്തിൽ പറയുന്നത് ലോക ഫുട്ബോൾ, ആ ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള കളിക്കാർ, ആ കളിക്കാരിലെ വ്യത്യസ്ത മതവിഭാഗക്കാർ, അവരുടെ കൂട്ടായ്മ, അവർ ഒരു രാജ്യത്തിന്റെ ഫ്ലാഗിന് കീഴെ നിന്നുകൊണ്ട് രാജ്യത്തിനായിട്ട് പൊരുതുകയാണ്. 40% ഇസ്ലാമോഫോബിയ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നതിന്, മുസ്ലിം വിരോധം 40% മുസ്ലിമേതര ജനവിഭാഗങ്ങളിൽ നിന്ന് കുറയുന്നതിന് ലോക ഫുട്ബോൾ കാരണമായി എന്നാണ് വളരെ വ്യക്തമായും പറയുന്നത്. അത് വളരെ ശരിയാണെന്ന് നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നേരെ മറിച്ച് ഓരോ മതവിഭാഗക്കാർ മാത്രം അണിനിരക്കുന്ന മേളയായിരുന്നു അതെങ്കിൽ അത് വർഗീയ രാഷ്ട്രീയം പോലെ വിഭജനമായിരുന്നു ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. വർഗരാഷ്ട്രീയത്തിന് സമാനമായി എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ഒരു രാജ്യത്തിന്റെ ടീമിൽ അണിനിരക്കുന്നു, ഒരു സമൂഹത്തിന്റെ ഭാഗമാകുന്നു എന്ന് വരികിൽ ബന്ധപ്പെട്ട ജനവിഭാഗത്തിനെതിരായിട്ടുള്ള ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തപ്പെടുന്നതും വെറുക്കപ്പെടുന്നതുമായിട്ടുള്ള ജനവിഭാഗം ഏതാണോ ആ ജനവിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അതുണ്ടാക്കും എന്ന് വ്യക്തമാക്കി തരുന്നു ഈ കാര്യം. എല്ലാ തരത്തിലുള്ള മതാധിഷ്ഠിത രാഷ്ട്രീയവും നമ്മളുടെ രാജ്യത്തിന് ആപത്താണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. സോഷ്യലിസവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങി വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യ തത്വത്തിലല്ലെങ്കിലും സത്യത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞു. RSS രൂപീകരിക്കപ്പെട്ട് 100 വർഷം തികയുമ്പോ ഇന്ത്യയെ ഞങ്ങൾ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും എന്ന അവരുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണം നമ്മളുടെ രാജ്യത്തിന്റെ ഓരോ മേഖലയിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായിട്ടും ആലപിച്ചു. വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് പോലും അംഗീകരിക്കാത്തതാണ്. മഹാത്മാഗാന്ധി പോലും വന്ദേ മാതരം ആദ്യത്തെ 2 പാരഗ്രാഫാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം വരുന്ന ലൈനുകൾ മതനിരപേക്ഷതയുടെ സ്പിരിറ്റിന് വിരുദ്ധമാണ് എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അത് ആലപിച്ചുകൊണ്ടാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങിയത്. MLA-മാരുടെ സത്യപ്രതിജ്ഞക്കും ഇന്നോളം ഇല്ലാത്ത രീതിയിൽ വന്ദേ മാതരം ആലപിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ കേരള നിയമസഭയിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം ഇപ്പോ സോഷ്യലിസവും സെക്കുലറിസവും ഇല്ലാത്ത ഭരണഘടന അത് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ടു തുടങ്ങി.
ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും, എല്ലാ എയർപോർട്ടുകളിലും ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള വ്യക്തമായ ചിഹ്നങ്ങളുടെ പ്രതിഫലനം നമ്മൾ കണ്ടു തുടങ്ങി. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം ക്രമേണ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. RSSും BJPയും ഹിന്ദുത്വ ശക്തികൾ എന്നുള്ള നിലയിൽ ശക്തി പ്രാപിക്കുകയും എല്ലാ പാർട്ടികളിലെയും ഹിന്ദുമത വിശ്വാസികളെ അവർ മതം പറഞ്ഞുകൊണ്ട് സമീപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദു പേരുള്ളവരെ, കോൺഗ്രസിലെ ഹിന്ദു പേരുള്ളവരെ, മറ്റു മതനിരപേക്ഷ പാർട്ടികളിലെ ഹിന്ദു പേരുള്ളവരെ, ആ കുടുംബങ്ങളെ അവർ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തിനതിന് ബദൽ എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചെയ്യുന്നത് എല്ലാ പാർട്ടികളിലെയും മുസ്ലിം പേരുള്ളവരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടികളിലെയും മുസ്ലിം പ്രമാണിമാരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം വ്യാപാരികളെ, വ്യവസായികളെ ഒക്കെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ അപ്പുറത്ത് RSS അവരെല്ലാം കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമ്മളും ഒരുമിക്കണം. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന വർഗരാഷ്ട്രീയത്തിന്റെ മൂർത്തിമൽ ഭാവത്തെ ദുർബലമാക്കുവാനുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത്. ക്രൈസ്തവർക്കിടയിൽ ആ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാസയാണ്. അവർ ഒരേ സമയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പരമത വിരുദ്ധതയും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവർക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ടായിരുന്നുവെങ്കിലും പരമത വിദ്വേഷം അത്ര കണ്ടവർ പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാ മതവിഭാഗങ്ങളിലും ഒരേ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുമുള്ള വർഗരാഷ്ട്രീയമാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുവാനും എല്ലാ മതവിഭാഗക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും കരണീയമായിട്ടുള്ളത്. വർഗീയ രാഷ്ട്രീയം ഒന്നിനും പരിഹാരമല്ല. BJP ഹിന്ദുമതക്കാരെ മാത്രമാണ് മത്സരിപ്പിക്കുന്നതും ജയിപ്പിക്കുന്നതും. കേരളത്തിൽ BJPയുടെ 3 MLA മാർ, ഇന്ത്യൻ പാർലമെന്റിലെ അവരുടെ MP മാർ, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ വഖഫ് കൈകാര്യം ചെയ്യുന്നത് പോലും മുസ്ലിം പേരുള്ള മന്ത്രിയല്ല എന്നതാണ് സ്ഥിതി. ആ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത അംഗീകരിപ്പിക്കാൻ വേണ്ടിയാണ് വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തി അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കും വഖഫ് ബോർഡിൽ അംഗങ്ങളാകാം എന്നുള്ള അവസ്ഥ നമ്മളുടെ രാജ്യത്തുണ്ടാക്കിയത്. അത് BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷമുള്ള, അവർക്ക് ഒരൊറ്റ മുസ്ലിം ജനപ്രതിനിധിയും ഇല്ലാത്ത സ്ഥലത്ത് വഖഫ് ബോർഡിനെ BJPയുടെ രാഷ്ട്രീയ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂട്ടിച്ചേർത്തത്. രാജ്യത്ത് പല പല മേഖലകളിലൂടെയാണ് ഇവരുടെ വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSS ക്ഷേത്ര കമ്മിറ്റികളെ, ഹിന്ദു കുടുംബ ഗ്രൂപ്പുകളെ, ഹൈന്ദവ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളെ സമർത്ഥമായി തങ്ങളുടെ രാഷ്ട്രീയം കൺവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പള്ളിക്കമ്മിറ്റികൾ, മദ്രസ കമ്മിറ്റികൾ, നാട്ടിലെ പ്രാദേശിക മുസ്ലിം കുടുംബ ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പുകളെ അവരുടെ രാഷ്ട്രീയം കൺവേ ചെയ്യാൻ വേണ്ടി അവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയാതെ പോയ ഒരു കാര്യമാണത്. നമ്മൾ വിചാരിക്കും മുസ്ലിം ലീഗ് വളരെ മാന്യമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പ്രത്യക്ഷത്തിൽ അവർ പറയുന്നതെല്ലാം വളരെ മതേതരമായിരിക്കും. എന്നാൽ മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിലും, പള്ളി കമ്മിറ്റി മഹല്ല് ഗ്രൂപ്പുകളിലും, മദ്രസ കമ്മിറ്റികളുടെ ഗ്രൂപ്പുകളിലും
അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത വർഗീയത അത് മുസ്ലിം ജനവിഭാഗത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്നതാണ്. RSSും BJPയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്സവ കമ്മിറ്റികൾ, ക്ഷേത്ര കമ്മിറ്റികൾ, ഹിന്ദു കുടുംബ ഗ്രൂപ്പുകൾ അവയിലൊക്കെ തന്നെ അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളുടെ കാര്യം അവിടെ പറയാൻ ആരുമില്ല. നമ്മളുടെ ആളുകള് മഹല്ല് കമ്മിറ്റിയിലൊന്നും വളരെ സജീവമല്ല, മദ്രസ കമ്മിറ്റിയിൽ സജീവമല്ല. ആകെ 1-2 ആളുകൾ ഉണ്ടാവും. അവരൊക്കെ ഈ പ്രചരണം ഇതിങ്ങനെ ശക്തമായിട്ട് വരുമ്പോ ഞാനായിട്ട് ഇനി ഒന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കേണ്ട എന്ന് കരുതി അവര് അർത്ഥഗർഭമായ മൗനം അവലംബിക്കും. മഹല്ല് കമ്മിറ്റിയിൽ നമ്മൾ വല്ലതും ഇടാറുണ്ടോ? മദ്രസ കമ്മിറ്റിയിൽ ഇടാറുണ്ടോ? എന്നാ അവരതൊക്കെ ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പാകുമ്പോത്തിന് ആകെ നോക്കിയാല് പച്ചക്കൊടി, ഇസ്ലാമും PM ശ്രീ അത് ഇത് എന്ന് പറഞ്ഞ് എല്ലാം അതിൽ കൊണ്ടുവന്നിട്ടായിരിക്കും. RSSും അതാണ് ചെയ്യുന്നത്. അവിടെയും നമ്മളുടെ സാന്നിധ്യം വല്ലാതെ വരുന്നില്ല. കുടുംബ ഗ്രൂപ്പുകളിലൊന്നും നമ്മളുടെ ആളുകൾ വളരെ സജീവമല്ല. ഒരു കുടുംബ ഗ്രൂപ്പിൽ ഇനി 1-2 ആളുകൾ സജീവാണെങ്കിൽ തന്നെ അവരിപ്പോ അത് അങ്ങനെ ഇട്ടു പോയിക്കോട്ടെ, നമ്മളിപ്പോ അതിന് മറുപടി പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മളുള്ള ഓരോ സ്ഥലത്തും വർഗരാഷ്ട്രീയത്തെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, അതിന്റെ ന്യായത്തെ പ്രതിധ്വനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഏത് വിഭാഗത്തിലായാലും ശരി, ലീഗുകാരും RSSകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും പ്രചരിപ്പിക്കുന്നതിനെതിരായി ബന്ധപ്പെട്ട സമുദായങ്ങളിൽ, ജനവിഭാഗങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തണം. പമ്മി മാറി നിൽക്കരുത്. അത് അപകടം ചെയ്യും. അത് ഓരോ ജനവിഭാഗത്തിലും മതാന്ധതയുടെ രാഷ്ട്രീയം ശക്തിപ്പെടുത്തും. ആ കാര്യം പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.